ഹരി ഓം തത്സത്. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതി ജയതി മേഘശ്യാമല കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു. ഭാരതത്തിൽ 365 ദിവസം നീണ്ടു നിൽക്കുന്ന വർഷത്തിൽ 12 മാസങ്ങളാണ്. അതിൽ വാസ്തവത്തിൽ ഓരോ മാസത്തിലും നമുക്കൊരു വിശേഷ ദിവസമെങ്കിലുമുണ്ട്. എന്താ ഈ വിശേഷ ദിവസത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, മനുഷ്യർക്ക് പലതരത്തിലുള്ള ജോലിയിലും മറ്റു പ്രകാരത്തിലും ഗൃഹവൃത്തിയിലും എല്ലാവരും പെട്ടുകിടക്കുകയാണല്ലോ. അപ്പോൾ അവർക്കൊരു എന്നും ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു മുഷിപ്പുണ്ടാവും. ആ മുഷിപ്പൊക്കെ പോയി കുളിയൊക്കെ കഴിച്ച് നല്ല വസ്ത്രമെടുത്ത് പൊട്ടിട്ട് ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു ദിവസം പുണ്യദിനം ആചരിക്കുമ്പോൾ മനസ്സിനൊരു ഉത്സാഹവും ഉണർവും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നതാണ് മനുഷ്യൻ്റെ മനസ്സും ജനസമുദായങ്ങളും. അപ്പോൾ എന്തെങ്കിലും വാർഷിക ആഘോഷങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതൊരാവശ്യമാണ്. അങ്ങനെ നമുക്ക് പല വാർഷിക ആഘോഷങ്ങളുണ്ട്. അതിലേറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് കൃഷ്ണൻ്റെ ജന്മദിനം. അത് മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികൾക്കാണ് ഈ ജന്മദിനത്തിൻ്റെ ആഘോഷവും ഉത്സാഹവുമൊക്കെ കൂടുതൽ. അങ്ങനെ ഒരു ദിവസമാണത്. ഒരു നിലയ്ക്ക് നമുക്ക് പറയാം, ഇത് നിസ്തുലമായി ഇതേപോലെ വേറെ ഒരു ദിവസം വർഷത്തിലില്ല ഈ കൃഷ്ണൻ്റെ ജന്മദിനം പോലെ. ഈ കൃഷ്ണൻ്റെ ജന്മദിനം എന്താണത്? എല്ലാ ആഘോഷ ദിവസങ്ങളും ആരെങ്കിലും ഒരാളെ ചൊല്ലിയിട്ടാവും. ഇതിപ്പോൾ കൃഷ്ണനെ ചൊല്ലിയിട്ടാണ്. അതും കൃഷ്ണൻ്റെ ജന്മദിനം. സാധാരണ എല്ലാവരും ജനിച്ചു വളരും, മുതിരും, യുവാക്കളാവും, കുറച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യം വരും. അതുപോലെയാണോ കൃഷ്ണൻ്റെ ജന്മം ചോദിച്ചാൽ അങ്ങനെയല്ല. കൃഷ്ണൻ്റെ ജന്മത്തിന് വലിയൊരു വിശേഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമോ കൃഷ്ണജന്മത്തിൻ്റെ വിശേഷം? എന്തായാലും ഞാൻ കുറച്ച് പറയാം. അപ്പോൾ അതിനാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ഇതേമാതിരിയുള്ള കൂടിച്ചേരൽ വരുമ്പോൾ ഞാനൊരു 3 തവണ ഓങ്കാരം ജപിക്കാറുണ്ട്. അതൊന്നും ജപിക്കാം, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അത് എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും. നിവർന്നിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അങ്ങനെ ആ പ്രകാരത്തിൽ നിവർന്നിരിക്കുക. എന്നിട്ടോ കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ഓങ്കാരം 3 തവണ ജപിക്കുക. അത് ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നണം,
നമ്മുടെ ഈ കൂട്ടജപം നമ്മുടെ ഭൂമി മുഴുവനും വ്യാപിക്കണം. എന്നിട്ട് അതിലുള്ള ജീവജാലങ്ങളിലൊക്കെ അനുഗ്രഹവർഷം ചൊരിയണം എന്നിങ്ങനെ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അതോടുകൂടി എല്ലാവരും ജപിക്കും. ഇതാ, എല്ലാവരും ഇരുന്നോ? എടുത്തുകൊണ്ട് പോകുന്ന എടുത്തുകൊണ്ടാ പോവും. അതിനെടുത്തു കൊണ്ടുപോകും. ഇതാ, ശ്രദ്ധ വരിക്കരുത്. എൻ്റെ കൂടെ ജപിക്കൂതാ. ഓ നന്നാവട്ടെ ജപം. എന്താ അത്ര മോശം? ഓ മൂന്നാമത്തത് അസലായിട്ട് ഉറക്കെ ഓ ഭാരതജനനിയുടെ സത്പുത്രന്മാരെ സത്പുത്രിമാരെ, കൃഷ്ണ പരമാത്മാവിൻ്റെ ഭക്തജനങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കൃഷ്ണൻ്റെ ജന്മദിനം ഒന്ന് ആചരിക്കാം, ആഘോഷിക്കാം എന്ന് പറയുന്നില്ല ഞാൻ, ഒന്ന് ആചരിക്കാം എന്നുദ്ദേശിച്ചിട്ടാണ്. ഈ ആഘോഷത്തിൻ്റെ ആവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ പല ആഘോഷങ്ങളിലുള്ളതിൽ കൃഷ്ണജന്മദിനത്തിന് പ്രത്യേകമായൊരു വിശേഷമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുമോ നല്ലോണം? ചിലപ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായവർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ചെയ്യോ അത്? ചെയ്യോ? നമ്മുടെ ജനങ്ങൾ ഒരു കാലത്തും ഒരുപോലെ എല്ലാവരും നല്ലവരായിട്ട് ഇരുന്നിട്ടില്ല. കുറേ ആൾക്കാർ നല്ലവരും കുറേ ആൾക്കാർ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും. നല്ലവരെ കൊണ്ട് ഉപദ്രവമില്ല, പൊല്ലാത്തവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും. അതിൽ ചിലർ നല്ല ശക്തന്മാരും ദുഷ്ടന്മാരും ഒക്കെ ആയിരിക്കും. അവർക്ക് ദുഷ്ടതയ്ക്കൊപ്പം ശക്തിയും ഉണ്ടാവും. എന്താ അതങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശ്വരൻ പറയുകയാണ്, ദുഷ്ടന്മാരെ ഞാൻ കൂടുതൽ അവർക്ക് സഹായം ചെയ്ത് വല്ലാതെ മൂപ്പിച്ച് കൊണ്ടുപോയിട്ട് താഴത്തേക്ക് ഇടുന്നാണ് പറയണേ. അപ്പോൾ ഈ ദുഷ്ടന്മാർക്ക് കൂടെ ആൾക്കാരെ കൂട്ടണമെങ്കിൽ സമയം കൊടുക്കണം. ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ്റെ പക്ഷത്തിൽ 11 അക്ഷൗഹിണി സേനയാണ്. അതേ സമയത്ത് യുധിഷ്ഠിരൻ ധർമ്മപുത്രന് കിട്ടിയത് 7. അപ്പോൾ 7ഉം 11ഉം തമ്മിലുള്ള അന്തരം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ദുര്യോധനന് ദുഷ്ടന്മാരെ ഇത്രയധികം കൂട്ടാൻ സാധിച്ചു. കൂട്ടിയിട്ട് അവരെല്ലാവരും കൂടി മരിച്ചുപോയി. അപ്പോൾ ദുഷ്ടന്മാരെ പെട്ടെന്ന് വകവരുത്തിയാൽ കൂടെ ആൾക്കാരെ കൂട്ടാൻ അയാൾക്ക് പറ്റില്ല. അപ്പോൾ കൂടെ ആൾക്കാരെ കൂട്ടണമെങ്കിൽ കുറച്ച് സമയം വേണം. അതാണ് ഈ ദുഷ്ടന്മാർ കുറച്ച് മൂത്തിട്ട് പിന്നെ താഴത്ത് വീഴുന്നത്. അത് പ്രകൃതിയുടെ ഒരു നിയമവും ഈശ്വരൻ്റെ ഒരു ഗതിവിശേഷമാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു. രാജഭരണത്തിൻ്റെ കീഴിൽ രാജാവ് നന്നായാൽ ഒക്കെ നന്നാവും, പ്രജകളും അതുപോലെയാവും. ഒരു രാജാവ് ദുഷിച്ചാൽ പ്രജകളും ദുഷിക്കും.
അങ്ങനെ ദുഷിച്ച ഒരു രാജാവായിരുന്നു കംസൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദുർഭരണം സഹിക്കുകയ്യ. അപ്പോൾ കംസൻ്റെ ഭരണം മൂത്ത് നാട് വിട്ട് എല്ലാവരും പോയി തുടങ്ങി. ഒരുപടി ആൾക്കാർ മധുരയെ വിട്ടുപോയി. അങ്ങനെ ഒരു മൂർധന്യത്തിൽ ഉച്ചത്തിലെത്തിയെന്ന് വന്നപ്പോൾ അതിന് നടപടി എടുക്കേണ്ട ഒരു സമയമായി. അപ്പോൾ അതെല്ലാറ്റിനും ഓണം വരാനൊരു മൂലമുണ്ടല്ലോ, ഒരു വഴി വേണം. അങ്ങനെ ഒരു വഴി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കംസൻ്റെ സഹോദരി ദേവകിക്ക് വിവാഹം കഴിഞ്ഞു. വസുദേവനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കണമല്ലോ. അതിന് പോകുമ്പോൾ കംസൻ തന്നെയാണ് തേര് തെളിച്ചത് എന്നാണ് പറയുന്നത്, സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെ തേര് തെളിച്ച് വസുദേവൻ്റെ ഗൃഹത്തിലേക്ക് ഇങ്ങനെ രാജധാനിയിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ട് കുറേ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വിളി, എടോ കംസ, തൻ്റെ സഹോദരിക്ക് 8ാമത് ജനിക്കാൻ പോണ കുട്ടിയാണ് തൻ്റെ ഘാതകൻ, തന്നെ കൊല്ലാൻ പോണത് എന്ന് ഒരശരീരി വാക്ക. ആരും പ്രതീക്ഷിക്കാത്തതാണ്. വളരെ സന്തോഷമായിട്ട് സൗഭാഗ്യം തോന്നിക്കൊണ്ട് സഹോദരിയെ ഭർതൃഗൃഹത്തിൽ കൊണ്ടാക്കാൻ പോയി തേര് തെളിക്കാൻ സാരഥിയോട് പറയാതെ താൻ തന്നെ കുതിരക്കടിഞ്ഞാണ് പിടിച്ച് പോണ പോക്ക്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ മൂർധന്യം തലപ്പത്തെത്തിയതാണ്. ആ സമയത്താണ് ഈ അശരീരി വാക്ക്. അതാരെങ്കിലും മുമ്പിൽ വന്ന് പറഞ്ഞാൽ എന്തായതാണെന്നൊക്കെ ചോദിക്കാം, വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ആകാശത്തുനിന്നാണ് ഒരു ശബ്ദം, എവിടുന്നാന്നറിയില്ല, ഠപ്പ് എന്നൊരു ശബ്ദം. അതങ്ങോട്ട് കേട്ടോടനെ ഈ കംസൻ്റെ ദുഷ്ടതയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഉടനെ കംസന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരിക്ക് 8ാമത് ജനിക്കുന്ന കുട്ടിയാണ് എന്നെ കൊല്ലാൻ പോണത് എന്നല്ലേ പറഞ്ഞത്. കുതിരകളെ നിർത്തി വാളൂരി എന്നിട്ട് സഹോദരിയുടെ കഴുത്ത് വെട്ടാനായിട്ടാണ് പുറപ്പെട്ടു എന്ന് വെച്ചാൽ വെട്ടിയെന്ന് തന്നെ പറയണം. അപ്പോൾ എന്ത് ചെയ്തു? വസുദേവൻ ഒപ്പമുണ്ടല്ലോ പിന്നിൽ. വസുദേവൻ കൈ കിടന്ന് പിടിച്ചു. ഏയ്, എന്താ ഈ കാണിക്കണത്? ആകാശത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് സഹോദരിയെ കൊല്ലാൻ പോവേ. ഈ സഹോദരിയെ കൊന്നാൽ ആ ദുഃഖം താനെ എവിടെയാണ് കൊണ്ടുവയ്ക്കുക? ദേഷ്യത്തിന് കൊന്നു എന്ന് പറയാം, പക്ഷെ കൊന്നു കഴിഞ്ഞ് കുറേ കാലം ജീവിക്കേണ്ടി വരും. ആ സമയത്ത് എൻ്റെ സഹോദരിയെ ഞാൻ കൊന്നൂലോ എന്നൊരു തോന്നലും ദുഃഖവും ഇല്ലാണ്ടിരിക്കുമോ ആവലാതി? അതുകൊണ്ടത് ചെയ്യണ്ട. അശരീരി കേട്ടത് എന്താ? നിൻ്റെ സഹോദരിക്ക് 8ാമത് ജനിക്കാൻ പോകുന്ന കുട്ടിയാണ് നിൻ്റെ ഘാതകൻ എന്നാ. അപ്പോൾ 8ാമത് ജനിക്കാൻ പോകുന്ന കുട്ടിയല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് 7 പ്രസവം ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ 8ാമത്തെ കുട്ടിയാവുള്ളൂ. ആ ഓരോ കുട്ടിയും തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരാം, പ്രസവിച്ച ഉടനെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയണത്? ആരാ പറയുക? അങ്ങനെ ആലോചിച്ച് പറയൂ. 8ാമത്തെ കുട്ടി കൊല്ലാൻ പോണു, ആ 8ാമത്തെ കുട്ടിയെ തരാമെന്നല്ല പറഞ്ഞത്, പ്രസവിച്ച ഓരോ കുട്ടിയെ ഞാൻ കൊണ്ടുവന്ന് തരാം. അതുപോലെ സഹോദരിക്ക് എന്താപ്പാ തെറ്റ്? സഹോദരിയല്ലല്ലോ കൊല്ലാൻ പോണത്. അപ്പോൾ സഹോദരിയെ കൊല്ലേണ്ട ആവശ്യം എന്താ? കുട്ടികളെ കൊന്നാൽ പോരെ. ഞാൻ വാഗ്ദത്തം ചെയ്യണു, പ്രതിജ്ഞ ചെയ്യണു, പ്രസവിക്കുന്ന കുട്ടികളെ ഒക്കെ തനിക്ക് കൊണ്ടുവന്ന് തരാം, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. കംസന് സമാധാനമായി. ഇങ്ങനെ ആരും പറയില്ലല്ലോ. അപ്പം ഞാൻ സഹോദരിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വസുദേവൻ ഇത്രയധികം ഭർത്താവിൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. എന്നിട്ട് പോയി. ഇവിടെ മുതിർന്നവർ ചിലരൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഇപ്പം ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്, അതെ, നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി നിൻ്റെ സഹോദരനെ കൊല്ലുന്നു. ആ കുട്ടിയുടെ ഗർഭം ഏറ്റെടുക്കാൻ ചുമതലയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ നിങ്ങളുടെ ഉത്തരം ഉണ്ടാവുക? എന്താ മിണ്ടാത്തെ? പറയുന്നപ്പാ. ഭഗവാൻ നിങ്ങളോട് പറയാണ്,
നിൻ്റെ സഹോദരനെ കൊല്ലാൻ നിനക്ക് ഞാൻ കുട്ടിയായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ് ഈ ഗർഭം നീ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? വിനിത പറയൂ, നിങ്ങളെന്താ പറയുക? നിങ്ങളൊക്കെ കള്ളന്മാരും കള്ളികളാണ്. ചോദിച്ചാൽ മറുപടി പറയണ്ടേ? എന്താ മനസ്സിൽ തോന്നണേന്ന് വെച്ചാൽ പറയുക. ഈ ദേവകി ഒരു വാക്ക് മിണ്ടിയില്ല, അങ്ങനെ ഏറ്റെടുത്തു ആ ദൗത്യം. അത് ഒരെണ്ണമല്ല, 8 കുട്ടികളാണ്. 8ാമത്തെ പ്രസവം. കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോപ്പാ? ആദ്യമേ ജനിച്ചൂടെ കൃഷ്ണന്? അത് ജനിച്ചില്ല, 8ാമതാ ജനിക്കാൻ പോണേന്നാണ് പറഞ്ഞത്. ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു ഗർഭം ഇന്നും ഒരു മനുഷ്യ സ്ത്രീക്ക് ഉണ്ടായാൽ ആ ജനിക്കുന്ന കുട്ടി കൃഷ്ണനെ പോലെയാവുന്നു. ഇന്നൊരു സ്ത്രീ ഗർഭം ധരിച്ചു എന്നിരിക്കട്ടെ, ഇതുപോലെ 7 ഗർഭം. എത്ര കാലം വേണം അതിന്? ചുരുങ്ങിയതൊരു 7, 10, 12 കൊല്ലം വേണം. ആ 12 കൊല്ലക്കാലം ഈ കൃഷ്ണൻ ജനിക്കാൻ പോണു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇത്രയധികം ദുഃഖം സഹിച്ച് തപസ് ചെയ്ത് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി കൃഷ്ണനെ പോലെ ആവുന്നു. ആലോചിച്ച് നോക്കൂ കാര്യങ്ങൾ എങ്ങനെയാണ്. അത് കഴിഞ്ഞ് സമാധാനമായി ആർക്ക്? കംസന്. എന്നിട്ട് കംസൻ കൊണ്ടാക്കി അവിടെ അവരുടെ ജീവിതം തുടങ്ങി. ഗർഭമായി. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ പറഞ്ഞ മാതിരി ആ കുട്ടിയെ കൊണ്ട് സഹോദരൻ ശാലന് കൊടുത്തു, അളിയന് കൊടുത്തു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? പെറ്റ കുട്ടിയെ ഒന്നാമത് വിട്ടുകൊടുക്കുമോ? ആര്? ദേവകി. പിന്നെ ഭർത്താവ് അളിയൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമോ? ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും ഭക്തന്മാരാണ്. ഭഗവാനേ എന്നൊക്കെ പറയും. ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുമോ എന്നുള്ള കാര്യം വരുമ്പോൾ അവിടെ അഗ്നിപരീക്ഷ ഒരാളും പുറപ്പെടില്ല. പക്ഷേ ദേവകി അതിൽ പൂർണ്ണമായിട്ട് വിജയിച്ച് കൊണ്ടുകൊടുത്തു. അപ്പോൾ കംസൻ എന്ത് പറഞ്ഞു? ഹേയ്, നമ്മളെ അളിയൻ്റെ വാഗ്ദത്തം പരിപാലനം വളരെ ഇഷ്ടമായി, നല്ലപോലെ ഇഷ്ടമായി, സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ എനിക്ക് വേണ്ട, മടക്കി കൊണ്ടുപോകുള്ളൂ. എന്താ? 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലാൻ പോണത്, അപ്പോൾ ഈ കുട്ടിയെ ഞാൻ എന്തിനാ കൊല്ലണത്? താൻ മടക്കി കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അത് ഭഗവാന് ഇഷ്ടമായില്ലല്ലോ. 8ാമത് ജനിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു മുമ്പുള്ള എന്തെല്ലാം വിഷമങ്ങളും സാഹസങ്ങളും ഉണ്ടോ ഒക്കെ വേണം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. മടക്കി കൊണ്ടു കൊടുക്കുമ്പോഴേക്കും നാരദ മഹർഷി സർവ്വ സ്ഥലത്തും ഓടിയെത്തി ഓരോരുത്തരോടും വേണ്ടത് ഉപദേശിക്കുന്ന ആളാണ്. വസുദേവൻ മടങ്ങിപ്പോയി, കുട്ടിയും കൊണ്ട് മടങ്ങിപ്പോകുമ്പോഴേക്കും നാരദ മഹർഷി ഉണ്ടപ്പാ അവിടെ ഓടിയെത്തിയിരിക്കണു. ഏയ്, എന്താ ഈ കാണിക്കണേ? എന്തിനാ ഈ കുട്ടിയെ മടക്കി അയച്ചത്? 8ാമത്തെ കുട്ടിയെന്നല്ലേ പറഞ്ഞത്? 8 എടുത്തു വയ്ക്കുക. ഇവിടുന്ന് എണ്ണിയാൽ ഇതല്ലേ 8? ഇവിടുന്ന് എണ്ണിയാലോ പിന്നത്തെ 8. അപ്പോൾ 8 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ കുട്ടി 8ാമത്തതായിക്കൂടെ? അവസാനത്ത് നിന്ന് എണ്ണിയാൽ ഇത് 8ാമത്തതല്ലേ? അതുകൊണ്ട് താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി, ആ കുട്ടിയെ കൊണ്ടുവരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ്റെ മനസ്സ് മാറി, പറഞ്ഞയച്ചു. കുട്ടിയെ 2ാമത് കൊണ്ടുവന്നു, കൊടുത്തു. അത് കല്ലിലടിച്ചു കൊന്നു. അങ്ങനെ 6-7 കുട്ടികളെ ഇതേമാതിരി കല്ലിലടിച്ചു കൊന്നു. ഇനി കൃഷ്ണൻ ജനിക്കാൻ പോവാ 8ാമത്തെ ഗർഭത്തിൽ. ദേവകിക്ക് ഗർഭമായി, 8ാമത്തെ ഗർഭമായി. 1-ാം മാസം, 2-ാം മാസം, 3, 4, 5 ഗർഭലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തികഞ്ഞു. കംസന് മനസ്സിലായി, ഈ കുട്ടി ജനിക്കുമ്പോൾ എങ്ങാനും കവിളിച്ചു പോയാലോ എന്നായി. 2 പേരെയും പിടിച്ച് ജയിലിൽ വെച്ചു, ചങ്ങലയ്ക്ക് കെട്ടി. ആ ചങ്ങലയുടെ നീളം അനുവദിക്കുന്നത് വരെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം.
വാസ്തവത്തിലുണ്ടായത് 8ാമത്തെ ഗർഭത്തിന് മുൻപ് തന്നെ ചങ്ങലയിൽ വെച്ചു. അങ്ങനെ 8ാമത്തെ ഗർഭം ധരിച്ച് കുട്ടി മൂത്ത് വന്നപ്പോൾ ദേവകിയുടെ മുഖത്തിന് വലിയ പ്രസന്നത. കാരണം എന്താ? ഭഗവാൻ മഹാവിഷ്ണു അല്ലേ ഗർഭത്തിൽ. അങ്ങനെ ഒരു ഗർഭം മനുഷ്യർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ മുഖം പ്രസന്നമാവാതെ വൈകോ? മഹാലക്ഷ്മിയേക്കാൾ സൗന്ദര്യമായി ആർക്ക്? ദേവകിക്ക്. എന്തിനു പറയണു? പ്രസവിക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ കാവൽക്കാരെയൊക്കെ വച്ചിരിക്കണു. നല്ല കരുത്തുള്ളവരെ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരെ എല്ലാവരെയും പിടിച്ചു നിർത്തി. കംസനാണെങ്കിൽ നോക്കുന്നിടം മുഴുവൻ കൃഷ്ണനാ ഭയ. കൃഷ്ണൻ 8ാമത്തെ ഗർഭം ദാ വന്നു. എപ്പം നോക്കിയാലും ഭയ. അങ്ങനെ പ്രസവ സമയം എപ്പോഴാന്ന് വെച്ചാൽ അർദ്ധരാത്രിക്ക് 12 മണിക്കാണ് പ്രസവം. അതെന്താ അങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എപ്പോഴാണ് ഒരാൾ കിടന്ന് ഉറങ്ങുക? നിങ്ങൾ പറയൂ. നല്ല ഉറക്കം എപ്പോഴാണ്? നിങ്ങളൊക്കെ ഊണ് കഴിഞ്ഞ് ഒരു 8 മണി ഊണ് കഴിക്കാതിരിക്കാം. ഒരു 10 മണിക്ക് മുമ്പൊന്നും ആരും കിടക്കില്ല. 10-11 മണിയാവും. അപ്പോൾ ഉറക്കം തുടങ്ങി. ആ ഉറക്കത്തിൻ്റെ നല്ല ഗാഠം ആഴമുള്ള ഉറക്കത്തിലെത്തുന്ന സമയമാണ് ഈ അർദ്ധരാത്രി സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാവൽക്കാരനും 12 മണിക്കൊന്ന് കണ്ണ് ചീമ്പിന്ന് വരും. അങ്ങനെ കണ്ണ് ചീമ്പിന്ന് വരും. ആ സമയത്താണ് പ്രസവം. അപ്പോൾ എല്ലാവരും കാവലിരിക്കുകയാണ് വലിയ ഭദ്രതയോടുകൂടി. ഒരു ഭാഗത്ത് കംസനെ പേടി, മറുഭാഗത്ത് കൃഷ്ണൻ്റെ ജന്മം. ആർക്കും ഒന്നും സംഭവിക്കരുതല്ലോ, കംസൻ വന്ന് നോക്കുമ്പോൾ കുട്ടി അവിടെ ഉണ്ടാവണ്ടേ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കുക. അപ്പോൾ രാത്രി മണി 12 പോരാ, ഒരു നനുത്ത മഴയും. അപ്പോൾ മഴ അങ്ങോട്ട് പെയ്തപ്പോൾ കാറ്റ് മുഴുവൻ നനഞ്ഞു. അപ്പോൾ ശ്വസിക്കുന്നതും അന്തരീക്ഷമൊക്കെ തണുപ്പായി. അപ്പോൾ ഉറക്കത്തിന് ശക്തി കൂടുമല്ലോ. ആ സമയത്താണ് കൃഷ്ണൻ്റെ പ്രസവം. കണ്ണൊക്കെ എല്ലാവരെയും അടഞ്ഞു. എന്നാൽ ആകാശത്തിൽ കൃഷ്ണജന്മത്തെ ചൊല്ലി വലിയ ആഘോഷങ്ങൾ. ദേവന്മാരൊക്കെ അവരുടെ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി വളരെ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇരുട്ടാണ്. ആ സമയത്ത് കൃഷ്ണനെ പ്രസവിച്ച് താമസിയാതെ കംസൻ വന്ന് കാണാൻ വന്നപ്പോൾ ആ കുട്ടി സാധാരണ ഒരു മനുഷ്യക്കുട്ടിയാണല്ലോ ജനിക്കുക. പക്ഷേ ആ കുട്ടിയെ കംസൻ നോക്കിയപ്പോൾ കണ്ടത് 4 കാലുണ്ട്. ശംഖചക്ര ഗദാ പാണി എന്ന് പറഞ്ഞാൽ ശംഖം, ചക്ര, ഗദ ഇതൊക്കെയുണ്ട് കയ്യിൽ, താമരപ്പൂ. അങ്ങനെ തൻ്റെ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപം കംസനൊന്ന് കാണിച്ചു കൊടുത്തു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, വസുദേവന് കാണിച്ചു കൊടുത്തിട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അതേ, എന്നെ 1 മിനിറ്റ് ഇവിടെ നിർത്തരുത്. അച്ഛൻ എന്തു വേണമെന്ന് പറഞ്ഞാൽ എന്നെ എടുത്ത് ഒരു കൊട്ടയിൽ പുഷ്പങ്ങളൊക്കെ വിരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കിടത്തി തലയിൽ വെച്ച് പൊക്കോളൂ. വൃന്ദാവനത്തിൽ ചെന്ന് ആ കുട്ടിയെ അവിടെ ഇരുത്തുക. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ അതേ കൊട്ടയിൽ മടക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിന് 1 മിനിറ്റ് താമസം ഒരു സ്ഥലത്തും വരരുത്. എന്ത് തടസ്സമുണ്ടെങ്കിലും ഞാനത് നോക്കിക്കോളാമെന്ന് പറഞ്ഞു. വസുദേവൻ അങ്ങനെ തന്നെ കുട്ടിയെ വേഗം എടുത്തു കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് നദി കടന്ന് പോകണം. അതെങ്ങനെയാണ് നദിയിൽ കടന്ന് പോവുക? കുട്ടിയെ തലയിൽ വെച്ച് പോകാൻ സാധിച്ചു. നദി കൊണ്ടൊരു ഉപദ്രവം ഉണ്ടായില്ല. മഴ പെയ്തപ്പോൾ ഒരു കുട പിടിക്കാനും ഉണ്ടായിരുന്നു ഒരാൾ. അങ്ങനെ അവിടെ ചെന്ന് കുട്ടിയെ കിടത്തി, പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കിടത്തി. ഇതാരും അറിഞ്ഞിട്ടില്ല. ആ രാജധാനിയിലുള്ള ഒരു കാവൽക്കാർക്കും ഒരു പിടിയും എത്തും കിട്ടിയില്ല. കൊണ്ടുവന്ന് അവിടെ കിടത്തി. ഇതെന്താ അങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചാൽ പറയട്ടെ ഞാൻ. വസുദേവൻ
മഹാവിഷ്ണുവിനെ പൂജിച്ചു. എന്നിട്ട് മഹാവിഷ്ണുവിനെ പൂജിച്ച് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടേ, എന്താ അനുഗ്രഹം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ് ചോദിച്ചു. ചോദിച്ചപ്പോൾ വസുദേവൻ പറഞ്ഞത് എന്താ, എനിക്ക് മഹാവിഷ്ണു ഭഗവാനെ അങ്ങ് എൻ്റെ കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. എന്താ ഈശ്വരൻ കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. ഭഗവാനെ കുട്ടിയായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ സ്ത്രീകൾക്കോ മനുഷ്യഗർഭങ്ങൾക്കോ ഒക്കെ അത് സ്വീകരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമോ? വസുദേവന് ഒരു കൂസലും ഉണ്ടായില്ല, അങ്ങ് എൻ്റെ കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. എന്നാൽ ഭഗവാൻ മോക്ഷം പോലും കൊടുക്കാൻ തയ്യാറായിട്ട് പ്രസന്നനായിട്ട് ചോദിച്ച ചോദ്യം, അതിന് മറുപടി പറഞ്ഞത് എൻ്റെ കുട്ടിയായിട്ട് ജനിക്കണമെന്നാണ്. അപ്പോൾ മഹാവിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു അത്രേ. എന്നെ കുട്ടിയായിട്ട് കിട്ടണമെന്നാണ് പറയണേ. ഞാനൊരു കുട്ടിയായിട്ട് ജനിച്ചാൽ ഇയാൾക്ക് എന്നെ വളർത്താൻ പറ്റുമോ? മനുഷ്യ ശിശുക്കളെ വളർത്താൻ മനുഷ്യ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറ്റും. ഈശ്വരൻ ഒരു കുട്ടിയായിട്ട് വന്നാൽ അത് വളർത്തണം അത്ര എളുപ്പമാണോ? ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു നില എന്താ? അങ്ങനെ ചിരിച്ച മഹാവിഷ്ണു അപ്രത്യക്ഷമായിട്ട് പോയി. എന്നിട്ട് ജനിച്ചതാ. എന്താ നിങ്ങളിതെന്ന് മനസ്സിലാക്കണത്? വസുദേവൻ ആവശ്യപ്പെട്ടത് എന്താ? കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. കുട്ടിയായിട്ട് ജനിച്ചു. കുട്ടിയായിട്ട് ജനിച്ചു അത്രയല്ലേ പറഞ്ഞുള്ളൂ. കുട്ടിയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വളർത്താൻ കിട്ടണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. അങ്ങനെ കൃഷ്ണൻ ജീവിക്കാനല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ജനിച്ചു, എന്നെ കൊണ്ടുപോകോളൂ, വളർത്താനൊന്നും വേണ്ട, അത് ആവശ്യപ്പെട്ടില്ലല്ലോ. ഭഗവാന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇതാണ് തൊന്തരവ്. എനിക്ക് ഇന്നത് വേണമെന്ന് മാത്രം ഭഗവാനോട് പറയരുത്. എന്തു പറയണം? ഭഗവാനെ എല്ലാ കാലത്തും എന്നെ രക്ഷിക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് വേണ്ടതെന്തോ അത് തരൂ. എന്നോട് ഞാൻ പറയാനൊരുക്കല്ല എനിക്ക് ഇന്നത് വേണമെന്ന്. എന്താണോ എനിക്ക് ആവശ്യം അത് അങ്ങനെയൊക്കറിയാം, എന്നേക്കാൾ മെച്ചമായിട്ട്. അതുകൊണ്ട് അറിഞ്ഞ് എനിക്ക് തരേണ്ടത് തരൂ എന്ന് പറയാനേ പാടുള്ളൂ. എന്തെങ്കിലും ഒരു സംഗതി ചോദിച്ചാൽ വസുദേവന് പറ്റിയ മാതിരിയുള്ള വിഷമം പറ്റും. കുട്ടിയായിട്ട് ജനിക്കാനല്ലേ പറഞ്ഞുള്ളൂ. കുട്ടിയായിട്ട് ജനിച്ചു, എന്നെ കൊണ്ടാക്കി കളയും, പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരും. ഇതാണ് നമുക്ക് എല്ലാവർക്കും വരുന്ന വിഷമം. നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോവും, എന്നിട്ട് പറയും എന്ത്, പരീക്ഷയിൽ പാസ്സാവണം. പാസ്സായി, അടുത്ത പരീക്ഷയിൽ പാസ്സാവില്ല. ഒന്നും പറയണ്ട, ഭഗവാനെ സേവിച്ചാൽ മാത്രം മതി. ഭക്തിയോടുകൂടി ഭഗവാനെ നിങ്ങൾക്ക് ഭക്തിയോടുകൂടി എന്തു വേണോ അത് പറയുക. ഒന്നും പ്രത്യേകമായിട്ട് ആവശ്യപ്പെടരുത്. പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടാൽ അത് മാത്രം തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ വസുദേവനെ ബുദ്ധിമുട്ടിച്ച മാതിരി. ഇതിപ്പോൾ എന്താ, നമ്മുടെ കൃഷ്ണൻ വലുതായി സമുദ്രത്തിലെ ഒരു ദ്വാരക പണിത് ആ ദ്വാരകയിൽ വേണ്ടതുപോലെ ജീവിക്കുന്ന കാലമാണ്. സമുദ്രത്തിലാണ് ദ്വാരക കെട്ടിയത്. അപ്പോൾ അവിടെ അച്ഛനമ്മമാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു വലിയ നഗരമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ആ ദ്വാരകയുടെ വർണ്ണന നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടികളടക്കം നിങ്ങൾക്കൊക്കെ വായിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. എത്ര റോഡുണ്ട്, എത്ര കൂട്ടുപാതകളുണ്ട്, വട്ടപ്പാതകൾ എത്രയുണ്ട്. മനുഷ്യർക്ക് നടക്കാനുള്ള വഴി മരതകപ്പച്ച കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് പറയണത്. അത്ര വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ കൃഷ്ണൻ വലിയ കുടുംബവും കുട്ടികളും ഒക്കെ ആണല്ലോ, അവരൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണന് വളരെയധികം ഭാര്യമാരുണ്ട്, ക്ഷത്രിയന്മാരുടെ ധർമ്മം അനുസരിച്ച്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നാരദൻ അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ആദ്യം രുക്മിണിയുടെ രാജധാനിക്ക് പോയി. അവിടെ കൃഷ്ണൻ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അടുത്ത് സത്യഭാമയുടെ വീട്ടിൽ പോയി. അവിടെ ഉണ്ടപ്പോൾ ഒരു കൃഷ്ണൻ, അവിടെ ഉണ്ടൊരു കൃഷ്ണൻ. ആ കൃഷ്ണൻ കുളിക്കാൻ പുറപ്പെട്ടിരിക്കുക. പിന്നെ മൂന്നാമത് ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ 3-4 സ്ഥലത്ത് ചെന്നപ്പോൾ കൃഷ്ണൻ, ഓരോ കൃഷ്ണന്മാർ ഓരോ തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെയാന്ന് പറഞ്ഞ് നാരദൻ മടങ്ങിപ്പോയി. എല്ലാവരോടും പറയാൻ തുടങ്ങി കണ്ട വിഷയം. ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയ്ക്ക് പോകും.
ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയ്ക്ക് പോകും. കുറച്ച് ദിവസം താമസിക്കും. അങ്ങനെ ഒരു തവണ പോയി താമസിക്കുന്ന സമയത്ത് നാരദനൊന്ന് നടക്കാൻ പോയി. അപ്പോൾ നടക്കാൻ പോയ സമയത്ത് വസുദേവനും പുറത്തിറങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ വസുദേവനും നാരദനും കൂടി കണ്ടുമുട്ടിയപ്പോൾ ഉടനെ നമസ്കരിച്ചിട്ട് നാരദ മഹർഷിയോട് പറയുകയാണ് വസുദേവൻ, അതേ, എനിക്കൊരു സങ്കടം അറിയിപ്പിക്കാനുണ്ട്. എന്താണ് സങ്കടം? മനസ്സിന് വലിയ വിഷമമാണ്. ഞാൻ മഹാവിഷ്ണുവിനെ പൂജിച്ചു, മഹാവിഷ്ണു പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടു വന്ന് നിന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കുട്ടിയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. കുട്ടിയായിട്ട് ജനിച്ച ഉടനെ ഒരു ദിവസം പോലും എൻ്റെ കൂടെ ഇരുന്നില്ല, പോയി. ഇപ്പം അവൻ വളരെ സന്തോഷത്തോടു കൂടി വരുന്നവർക്കൊക്കെ സന്തോഷമുണ്ടാവാനുള്ള ഉപദേശം മോക്ഷവുമൊക്കെ പറഞ്ഞു കൊടുത്ത് വിതരണം ചെയ്യുക. പക്ഷേ എനിക്ക് അവൻ്റെ മുമ്പിൽ ചെന്നിരിക്കാൻ പറ്റുമോ? എൻ്റെ മകനല്ലേ. അതുകൊണ്ട് ഞാൻ പട്ടിണിപ്പാടായിട്ടാണ് കഴിയണത്. എല്ലാവരും സന്തോഷിപ്പിക്കണം. അച്ഛനായ എനിക്ക് സന്തോഷമില്ല, മനസ്സിന് ദുഃഖം. ഈ ദുഃഖം എനിക്കൊന്ന് തീർത്തു തരണേ എൻ്റെ പൊന്നു മഹർഷേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നാരദനും വസുദേവനുമായിട്ട് ഒരു ദീർഘ സംവാദം നടന്നു. ആ സംവാദത്തിലാണ് മനസ്സമാധാനത്തിനുള്ള വഴിയൊക്കെ ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ഈ കൃഷ്ണജന്മം എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയുണ്ടായി, ആ ഉണ്ടാകുന്നതിൽ എന്തായിരുന്നു വിശേഷത, അതിൽ ആർക്ക് മകനായിട്ട് ജനിച്ചോ ആ അച്ഛന് പോലും അങ്ങനെ ഒരു ജന്മമുണ്ടായിട്ട് പ്രയോജനമില്ലാതെ പോയി, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും. ഇതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് പരിശോധിച്ച് നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കി വേണ്ടതുപോലെ ചെയ്യുക. ഇപ്പം കൃഷ്ണൻ്റെ ജന്മത്തിൽ അടി മുതൽക്ക് മുടി വരെ എല്ലാം ആലോചിച്ച് മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. ഇപ്പം ജന്മത്തിൻ്റെ കഥയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി കൃഷ്ണൻ വളരുന്ന സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ എല്ലാം വളരെയധികം ആലോചിച്ച് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ചരിത്രങ്ങളാണ്. കൃഷ്ണൻ വെണ്ണ കെട്ടുകൊണ്ടിരുന്നു. എന്നാൽ വെണ്ണ കെട്ടിട്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കില്ല. അവിടെ അടുത്ത പരിസരത്തുള്ള കുരങ്ങന്മാർക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. നിങ്ങളാരെങ്കിലും ഭക്ഷണം കിട്ടിയാൽ എന്താടോ ചെയ്യുക? കിട്ടിയ ഉടനെ വായിലാക്കും. എന്തെങ്കിലും ഒന്ന് ബാക്കിയുള്ളവർക്ക് ഇത്തിരി കൊടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണൻ അത് പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങൾ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടിയാൽ പോരാ, സമീപത്തിലുള്ള ജന്തുജാലങ്ങൾക്കൊക്കെ വിഷമുണ്ടെങ്കിൽ അത് തീർക്കണം. ഞാനിതാ കാണിച്ചു തരണമെന്ന് പറഞ്ഞില്ലെങ്കിലും കാണിച്ചു കൊടുക്കുക. എവിടെ പോയാലും ഉറി വളരെ പൊക്കത്തിലാണ്. ഉറി അന്നൊക്കെ ഉറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ഇവർക്കറിയോ കുട്ടികൾക്ക്? ആ ഉറിയിൽ കെട്ടി തൂക്കിയാൽ ഉറുമ്പും വരില്ല, ബാക്കി എലിയോ ഗിരിയോ ഒന്നും വരാത്ത തരത്തിലാണ് അത് വെച്ച് കെട്ടുക. കുട്ടികൾക്കൊന്നും അത് എത്തില്ല, മുതിർന്നവർക്കേ എത്തുള്ളൂ. അപ്പോൾ ആ ഉറി എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിളിക്കും, കൃഷ്ണൻ്റെ സൂത്രം മനസ്സിലാക്കിക്കോളൂ. എടോ കുമ്പിട്ട് നിൽക്കടോ. കുമ്പിട്ട് നിന്നു. അയാളുടെ മുകളിൽ വേറൊരാൾ കുമ്പിട്ട് നിന്നു. പിന്നെ മൂന്നാമത്തെ ആളെ നിർത്തി അതിൻ്റെ മുകളിൽ ചാടി കയറിയിട്ടാണ് ഉറി പിടിക്കുക. ഇങ്ങനെ തൊട്ടത് 90നും നല്ല കൗശലവും സൂത്രവും ബുദ്ധിയും ഒക്കെയുള്ള കൃഷ്ണനാണ്. അത് പറയാൻ പുറപ്പെട്ടാൽ അതന്നെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഗോപസ്ത്രീ വീട്ടിൽ അങ്ങനെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് കൃഷ്ണൻ ഉറിയുടെ അവിടെ എത്തിയിട്ട് ഉറി പൊട്ടിക്കാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഉറി പൊട്ടിച്ച് കുറേ അതിലുള്ള തൈര് കുറച്ച് കുടിച്ചു, വെണ്ണ കുറച്ച് തിന്നാൻ പുറപ്പെട്ടത്. വായിൽ നിറച്ച് തൈരാണ്. അപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഈ സ്ത്രീക്ക് ഇനിയൊന്നും ചെയ്യാൻ പറയാൻ പറ്റരുതെന്ന് പറഞ്ഞിട്ട് വായ നിറച്ച് തൈരായിരുന്നു. ഫൂ എന്നൊരു തുപ്പി. അപ്പോൾ അതിൻ്റെ കണ്ണിലും മൂക്കിലും ഒക്കെ പോയി. അവരെന്ത് ചെയ്താലും എന്താ കൃഷ്ണനോട് കയർക്കാൻ അവർക്ക് തോന്നില്ല, ദേഷ്യപ്പെടാൻ തോന്നില്ല. ഇങ്ങനെ പല സൂത്രങ്ങളാണ് എല്ലാ സ്ഥലത്തും. സൂത്രം എന്ന് നമ്മൾ പറയും, കുട്ടിമെടുക്കാണ് എല്ലാം. പക്ഷെ അതൊക്കെ മനുഷ്യർക്ക് അറിവും വിവേകവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള
പ്രവൃത്തികളെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും സർവ്വ ആൾക്കാരെയും അനുഗ്രഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട ജന്മ. അതിൻ്റെ ഗർഭത്തിന് മുൻപ് മുതൽക്ക് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മൂല്യങ്ങളും പാഠങ്ങളും തത്വങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ 125 വയസ്സാണ് ജീവിച്ചത്. എന്നിട്ടാണ് പോയത്. 125 വയസ്സ്. സാധാരണ മനുഷ്യായുസ് 120. കൃഷ്ണൻ 5 കൊല്ലവും കൂടി ജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കൃഷ്ണന്. നമ്മളുടെ ഇടയിൽ 2 പേരാണ്. ഒന്ന് രാമൻ, ശാന്തനായിരിക്കുന്ന ഒരാളാണ്, എന്നാൽ വലിയ ധർമ്മപുരുഷനും നല്ല ബലവുമുള്ള ആളാണ്. ഒരു ഭാര്യയുള്ളൂ, ഏകപത്നി വ്രത. കൃഷ്ണൻ അനവധി ഭാര്യമാരാ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച്. ഈ രാമനും കൃഷ്ണനും 2 ജന്മമാണ് നമുക്ക് ഓർമ്മ വയ്ക്കാനുള്ളതും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും ഉൾക്കൊള്ളാനും എല്ലാം ഉള്ളത്. അതിൽ കൃഷ്ണജന്മം വളരെ രസകരമായിട്ടുള്ളതാണ്. ആ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല, അധികാവില്ല. കേട്ട് മതിയെന്ന് തോന്നില്ല, അത്ര വിശേഷപ്പെട്ടതാണ്. ആ ജന്മദിനമാണ് നമ്മളിവിടെ ഒരു നിലയ്ക്ക് ചെറിയ തോതിൽ ആചരിക്കുന്നത്. അതിൽ പങ്കെടുക്കാനായിട്ട് വന്ന നിങ്ങളെല്ലാവരും വളരെ ധന്യന്മാരാണ്, പുണ്യശീലന്മാരാണ്, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങൾക്ക് ഈ സദ്ബുദ്ധി ഉണ്ടായി കൃഷ്ണജന്മത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ഉത്സാഹമുണ്ടാവട്ടെ. നിങ്ങളുടെ അധ്യാപികമാരോട് പറയൂ, ഞങ്ങൾക്ക് കൃഷ്ണനെ പറ്റി പറഞ്ഞു തരൂ എന്ന്. അവർ പറയട്ടെ. ക്ഷമയോടുകൂടി പറഞ്ഞു തന്ന് എല്ലാവരും മടിക്കട്ടെ. ശരി, ഞാൻ നിർത്തും. ഞാനൊരു ശ്ലോകം പറഞ്ഞ് ഒരു ഓങ്കാരവും കൂടി ജപിച്ച് നിർത്താം. ഗോപാലരത്നം ഭുവനൈകരത്നം കോപാംഗനായൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. ഹരി 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 ഓം തത്സ. എല്ലാവരും കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. ആദ്യം ഒരു ഓങ്കാരം ജപിക്കാൻ ശരിക്കിരിക്കൂ. ഇതാ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.